നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ, അതായത് വെള്ളക്കെട്ട് കാണുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ കൊണ്ട് ഓടിച്ച് അതിലോട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമൊക്കെ ചീറ്റിച്ച് പോവുകയാണെങ്കിൽ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. പക്ഷേ ശരിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമ്മുടെ വാഹനത്തിന് വരാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോൺ പ്രസാദ് 9589 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ്, നല്ല വെള്ളക്കെട്ടുള്ള റോഡിൽ കാറ് സ്പീഡിൽ ഓടിച്ച് എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. സ്വാഭാവികമായിട്ട് പലർക്കും സംശയം വരാനുള്ളൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സാധാരണ വാഹനങ്ങൾ വെള്ളത്തിൽ കൂടെ ഓടാൻ പറ്റുന്ന കണ്ടീഷനാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ ഒരു കാരണവശാലും അല്ല. അതായത് വെള്ളത്തിനകത്തോട്ട് ഇറക്കി ഓടിക്കാനോ അല്ലെങ്കിൽ വെള്ളം ഒരു പരിധിക്ക് മുകളിലോട്ട് പോകുന്ന രീതിക്ക് ചെയ്യാൻ പാടില്ല. അല്ലാത്ത പക്ഷം മഴയുള്ള സമയത്ത് ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ വെള്ളക്കെട്ടൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷേ അതിൽ കൂടുതലാണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിന് വരെ പണി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ടയറിൻ്റെയൊക്കെ ഈ ഒരു നിരപ്പിൽ വെള്ളം വന്നു. അതായത് ടയറിൻ്റെ ഒരു പകുതി മുങ്ങുന്ന രീതിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലിയ കുഴപ്പമില്ല. അത്യാവശ്യം പതുക്കെ സ്പീഡ് കുറച്ച് ഓടിച്ച് പോകാം. പക്ഷേ സ്പീഡ് കുറച്ച് ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം ഒരു പകുതിയേ ഉള്ളുവെങ്കിൽ കുഴപ്പമില്ല. ഇനി ടയർ മുങ്ങുന്ന രീതിക്ക് വെള്ളം ഉണ്ടെങ്കിൽ വാഹനം ഓഫാകില്ല. പക്ഷേ അവിടെ തൊട്ടാണ് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു പകുതി മുങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടയർ മൊത്തത്തിൽ മുങ്ങി പോവുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൈലൻസറൊക്കെ വെള്ളത്തിലായി. പക്ഷേ വാഹനം സ്റ്റാർട്ടായിരിക്കുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ വാഹനം ഓഫാകത്തില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ടയറിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഏകദേശം ഈ പൊസിഷനിലൊക്കെ ഇവിടം വരെ വെള്ളമാകും. അന്നേരം നമ്മുടെ AC കംപ്രസർ വെള്ളത്തിൽ പോവും. ഈ ഒരു ലെവൽ വരെ വെള്ളം വരത്തുള്ളൂ. സൈലൻസറൊന്നും പ്രശ്നം വരത്തില്ല. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് വരുന്നത്. അതായത് വാഹനത്തിലോട്ട് എയർ വലിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഫിൽറ്റർ. ഇവനിൽ വെള്ളം കയറിയാൽ തീർന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കും, ആ ഒരു ടയറിൻ്റെ ലെവൽ ഇവിടം വരെ അല്ലേ വരുന്നുള്ളൂ, പിന്നെ എങ്ങനെ ഇവിടെ വെള്ളം കയറുന്നത്? അവിടെയാണ് നമ്മുടെ പോയിൻ്റ് വരുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിന് പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം ഇവിടം വരെ ഉള്ളതിലല്ല കഥ. നമ്മുടെ വാഹനം മുമ്പിലോട്ട് പോകുമ്പോൾ ഈ വെള്ളം സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാം, സൈഡിലോട്ട് നീങ്ങിപ്പോവല്ലേ. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വാഹനം വെള്ളം ചീറ്റിച്ചുകൊണ്ട്, അതായത് നമ്മൾ ഈ ചെയ്ത രീതിക്ക് അവർ ചെയ്യുകയാണെങ്കിൽ, ആ വെള്ളം ഫോഴ്സോടുകൂടി ഇങ്ങോട്ട് വന്ന് ഇതിനകത്തുകൂടെ, അതായത് ഇവിടെ ബമ്പറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്കൂടെയോ ഉള്ളിക്കൂടെയോ ഇതിനകത്തോട്ട് വെള്ളം കയറിയ ഈ വെള്ളത്തിൻ്റെ നേരെ വലിച്ചെടുക്കും. ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലെ നേരെ എയർ ഫിൽറ്ററിലോട്ട് വരും. എയർ ഫിൽറ്ററിന് കുറച്ചൊരു തടസ്സം വരും. എന്നാലും അവിടെ വെള്ളം കൂടുകയാണെങ്കിൽ ആ എയർ ഫിൽറ്റർ നേരെ ത്രോട്ടിൽ ബോഡിയിലോട്ട് പോകും. അവിടുന്ന് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലോട്ട് ഈ വെള്ളം ചെല്ലും. അവിടം തൊട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. അതായത് എൻജിൻ ഓഫായി പോവും, പിന്നെ വാഹനം സ്റ്റാർട്ടാകത്തില്ല. പക്ഷേ എൻജിൻ അവിടെ ഓഫായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓഫായി കഴിഞ്ഞാൽ അവിടെ കിടക്കണമെന്ന് വയ്ക്കുക, ന്യൂട്രലാക്കി തള്ളി സൈഡിലോട്ട് മാറ്റിയിടാൻ പറ്റുമെങ്കിൽ ഇടുക. പക്ഷേ നമ്മളൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം, വാഹനം പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അന്നേരമാണ് നമ്മുടെ വാഹനത്തിന് ശരിക്കും എൻജിൻ പണി വരുന്നത്. കാരണം വെള്ളത്തിൽ നിന്ന് ഓഫായിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് ഓഫായിക്കോട്ടെ, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനം എൻജിൻ പണി ആയി കഴിഞ്ഞു. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വെള്ളം ഈ സിലിണ്ടറിനകത്തോട്ട്, നമ്മുടെ വാഹനത്തിൽ സിലിണ്ടേഴ്സ് വരുന്നുണ്ട്. ഈ സിലിണ്ടറാണ് നമുക്ക് വാഹനത്തിനുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എയർ എടുക്കേണ്ട സ്ഥാനത്ത് ശരിക്കും വെള്ളം എടുത്തു. ഈ വെള്ളത്തിനെ കംപ്രസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് കംപ്രസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പിസ്റ്റൺ ഒടിഞ്ഞു പോകുക, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, വാൽവിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ വാഹനം ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്കായി പോകുന്നത്. അങ്ങനെ വാഹനത്തിൻ്റെ പിസ്റ്റൺ സ്റ്റക്കായി നിന്ന് പോകും, സീസായി പോകും. എഞ്ചിൻ സീസായി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സ്റ്റക്കായി നിന്ന് പോകും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം വെള്ളത്തിലിറങ്ങി ഏതെങ്കിലും കാരണവശാൽ വാഹനം ഓഫായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കരുത്. അപ്പം ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ടയറിൻ്റെ കണ്ടീഷൻ ഈ ഒരു ലെവലിൽ മനസ്സിലായി, ഒരു പകുതി ലെവലിൽ മാത്രം നിർത്താവുള്ളൂ. വെള്ളം അത്രയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഓടിച്ച് പോകാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകരുത്, വെള്ളത്തിലോട്ട് ഇറക്കരുത്. റിവേഴ്സ് എടുത്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ പോകാൻ പറ്റുമെങ്കിൽ മാറ്റി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇറങ്ങിപ്പോയി റിസ്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യില്ല. പിന്നെ വാഹനം വെള്ളത്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ടോപ്പ് ഗിയേഴ്സിൽ പോരില്ല, ലോവർ ഗിയേഴ്സിൽ എപ്പോഴും ഒരു തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയേഴ്സിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ സൈലൻസറിൽ കൂടെ പ്രഷർ പുറത്തോട്ട് തള്ളുന്നുണ്ട്. ഒരു കാരണവശാലും വെള്ളം അകത്തോട്ട് കയറുന്ന ചാൻസസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. വെള്ളത്തിൽ അറിയാതെയാണെങ്കിൽ പോലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.